തൂണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്നൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ആയി പോകരുതേ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് എനിക്ക് പറയാനുള്ളത്. സബ്ജക്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഈ ലഹരി വിമുക്ത കേരളം എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ശ്രമത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചു വരുന്നത്. SKNet40 ഇന്നലെ ഒരു മഹാസംഭവം ഉണ്ടായതായിട്ട്, അതായത് 24 ചാനലിന്റെ പാർട്ണർ ആയിട്ടുള്ള മെയിൻ ആങ്കർ ആയിട്ടുള്ള ശ്രീകണ്ഠൻ നായർ എന്ന വ്യക്തി 40 വർഷമായി ഇൻഡസ്ട്രിയിലുണ്ട്. അതിന്റെ പേരിൽ അയാൾ എന്തോ ഒരു മഹാകാര്യം ചെയ്യാൻ പോകുന്നു. എന്നിട്ട് SKNet40 എന്ന് പറഞ്ഞ് 24 ചാനലിൽ അതിന്റെ സംപ്രേഷണമായിരുന്നു ഇന്നലെ. ഇതേ ദിവസം ഇന്നലെ ഇദ്ദേഹത്തിന്റെ മറ്റൊരു ഇന്റർവ്യൂ ആരുമായിട്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഇന്റർവ്യൂ സംപ്രേഷണം ചെയ്തു. അതിൽ ഈ കാര്യം ലഹരി വിമുക്ത കേരളത്തിനെ കുറിച്ച് സംസാരിച്ചു. മുഖ്യമന്ത്രി പറയാനുള്ളതെല്ലാം പറഞ്ഞു. അതായത് ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിലിരിക്കുന്ന മുഖ്യമന്ത്രി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ് വരുന്ന ആഴ്ചകളിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ലഹരിയിൽ നിന്ന് കേരളത്തെ വിമുക്തമാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വളരെ വിശദമായി തന്നെ അദ്ദേഹം പറഞ്ഞു. അത് കേട്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു സുഖവും സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ SKN എന്താ ചെയ്യാൻ പോകുന്നത്? അതേ ദിവസം വൈകിട്ട്, ഇന്നലെ വൈകിട്ട് ഇദ്ദേഹം ഒരു ഉദ്ഘാടനം നടത്തിയിരിക്കുന്നു. ജില്ലാ കളക്ടറെ വരെ വിളിച്ചു വരുത്തിയിട്ട്. എന്തിന്? കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക, അല്ലെങ്കിൽ പുര കത്തുമ്പോ വാഴ വെട്ടുക. ഇതല്ലേ ഇയാളുടെ പരിപാടി? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലായിരിക്കും അല്ലെ? ഒരു ചാനൽ ഉടമ, ഒരു TV ചാനൽ, ഇപ്പോഴത്തെ കേരളത്തിലെ നമ്പർ 1, നമ്പർ 2 പൊസിഷനുകളിൽ നിൽക്കുന്ന ഒരു TV ചാനലാണ് 24 ന്യൂസ്. ഈ ന്യൂസ് ചാനല് ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. SKNet40 14 ജില്ലകളിലും കറങ്ങാൻ പോവുകയാണ്. ആളുകളുമായിട്ടൊക്കെ സംസാരിക്കാൻ പോവുകയാണ്, സംവദിക്കാൻ പോവുകയാണ്. എന്നിട്ട് ഡ്രഗിൽ നിന്ന് എങ്ങനെ കഞ്ചാവിൽ നിന്ന് കേരളത്തെ എങ്ങനെ വിമുക്തമാക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇവരെന്തോ റിപ്പോർട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് ശരിക്കും ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് അല്ലേ? കാശുണ്ടാക്കാനുള്ള ഒരു പരിപാടിയല്ലേ? ഒരു TV ചാനലുകാരന് ഇങ്ങനെ ചെയ്യാനുള്ള എന്ത് അവകാശമാണ് ഇവിടെ ഉള്ളത്? ഇത് മീഡിയ സ്വാതന്ത്ര്യമല്ലത്. ഇത് മീഡിയ നമ്മളെയൊക്കെ മുതലെടുക്കുകയാണ്. ഒരു സർക്കാർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ, അല്ലെ സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഓണർഷിപ്പ് എടുക്കാനുള്ള ഒരു പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. ഇവരുടെ കുരുട്ടുബുദ്ധിയുണ്ട്. ഞാനിവിടെ ഊന്നി പറയുകയാണ്, ഇത് മുഖ്യമന്ത്രിയെ ശരിക്കും പറ്റിച്ചിരിക്കുകയാണ്. കേരള സർക്കാരിനെ പറ്റിച്ചിരിക്കുകയാണ്. ദയവായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിലേക്കൊന്ന് നോക്കണം. ഇവരെന്താ ചെയ്യുന്നത്, ഈ മഹാഭാവി എന്താ ചെയ്യുന്നതെന്ന് തിരിച്ചറിയണമെന്നാണ് ഒരു എളിയ പൗരൻ എന്നുള്ള നിലയിൽ എന്റെ അഭ്യർത്ഥന. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പഴഞ്ചൊല്ല്, തൂണും ചാരി നിന്നവന്റെ കാര്യം, സുരേഷ് ഗോപിയും രമേശ് ചെന്നിത്തലയും VD സതീശനും ഒക്കെ ചെയ്യാനിരുന്ന ഒരു പ്രോഗ്രാമാണിത്. ഈ ലഹരി വിമുക്ത കേരളം പര്യടനം, ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക. അതിനു മുമ്പേ ആ തെങ്ങാക്കൊത്ത് കാക്ക കൊത്തിക്കൊണ്ടുപോയി. ആര്? ഈ പറഞ്ഞ SKN. ഈ SKN എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്താണ്? ശ്രീകണ്ഠൻ നായർ. ഞാനിപ്പോ ഇങ്ങനെ വിളിക്കാൻ പോകുന്നത് ശ്രീ ഇല്ല കണ്ഠൻ നായർ എന്നാണ്. ശ്രീ ഉണ്ടായിരുന്നു എപ്പോൾ ഇദ്ദേഹം വന്ന് ദൂരദർശനിലും ഏഷ്യാനെറ്റിലും ഒക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഒരുപാട് പ്രോഗ്രാംസ് ഞാൻ കണ്ടിട്ടുണ്ട്. അയാളുടെ മുഖത്തൊരു ശ്രീ ഉണ്ടായിരുന്നു. ഇപ്പോൾ ശ്രീ ഇല്ല കണ്ഠൻ നായരാണ്. കാരണം ഇങ്ങനെ ഇപ്പൊ കാശുണ്ടാക്കണം എന്നൊരു ഒറ്റ വിചാരമുള്ളൂ. കമന്ന് വീണ കാൽപ്പണം, എങ്ങനെയും ആരെയും പറ്റിച്ച് കാശുണ്ടാക്കുക. അതിന് ഒരു പുതിയ ഉടായ്പ നമ്പരുമായിട്ട് വന്നിരിക്കുകയാണ്. കേരളത്തെ ലഹരി വിമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ശ്രമം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചാനൽ മൊത്തം ഇറങ്ങിയിരിക്കുകയാണ്. ഇതുകൊണ്ട് ആർക്കാണ് പ്രയോജനം? ഇവർക്ക് മാത്രം. ഇവരിപ്പോ ഈ ഒരു പരിപാടി ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളുള്ള മാതാപിതാക്കന്മാരുടെ മനസ്സിൽ തീ കോരിയിടാനല്ലേ ഇവരെ കൊണ്ട് സാധിക്കുള്ളൂ. കാസർഗോഡ് വേട്ട, കണ്ണൂർ വേട്ട, തൃശ്ശൂർ മയക്കുമരുന്ന് പിടിച്ചെടുത്തു, MDMA, ആശിഷ് എന്ന് വേണ്ട ഉള്ള പേരെല്ലാം കൂടെ വിളിച്ചു പറഞ്ഞ് ഒരു സാധാരണക്കാരന്റെ സമാധാനം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോ TV തുറന്നാൽ ഇത് മാത്രമേ കാണത്തുള്ളൂ. എന്താ, ഈ TV ചാനലുകാരില്ലെങ്കിൽ ഇവിടെ കേരളത്തിലെ സിസ്റ്റം ഒന്നും വർക്ക് ചെയ്തില്ലേ? ഒരു ഗവൺമെന്റ് ഉണ്ട്, പോലീസ് ഉണ്ട്, എക്സൈസ് ഉണ്ട്, ഈ ഡോക്ടർമാരുണ്ട്. ഇങ്ങനെയുള്ള ഒരു വലിയ ജനാധിപത്യ രീതിയിലുള്ള ഒരു വലിയ സിസ്റ്റം അല്ലേ ഇവിടെ നടക്കുന്നത്? അതിന് TV ചാനലുകാർ ഇതുപോലെ പര്യടനം നടത്തിയാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. കോഴി കൂവിയാലും നേരം വെളുക്കുള്ളൂ. അപ്പോൾ ഇതൊരു കൊമേഴ്സ്യൽ ആക്ടിവിറ്റിയാണ്. കഴിഞ്ഞ ആഴ്ച മറുനാടൻ ഷാജിൻ പറയുന്നത് കേട്ടു. മറുനാടൻ TVയുടെ നിരന്തരമായിട്ടുള്ള പരിശ്രമം കൊണ്ട് ഷൈനിയും 2 കുട്ടികളും ആത്മഹത്യ ചെയ്ത കേസിലേക്ക് പോലീസിന്റെ ശ്രദ്ധ കൂടുതൽ കൊണ്ടുവരാൻ സാധിച്ചെന്ന്. മറുനാടൻ ഇല്ലെങ്കിൽ പോലീസിനെ ചുമ്മാ ഇരിക്കുകയുള്ളൂ. അവിടെ ഒരു യൂട്യൂബർ ഓണർഷിപ്പ് എടുക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. അയാളൊരു യൂട്യൂബറാണ്. അയാളൊരു TV ചാനലാണെന്നും പറഞ്ഞുകൊണ്ട് ക്ലെയിം ചെയ്തുകൊണ്ടൊന്നും വരുന്നില്ല. അത് സോഷ്യൽ മീഡിയയിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇതങ്ങനെയല്ലല്ലോ. 24 ന്യൂസ്, ഏഷ്യാനെറ്റ്, മനോരമ, മാതൃഭൂമി ഇവരൊക്കെ പ്രമുഖരായ ന്യൂസ് ചാനലുകളല്ലേ. അവരങ്ങനെയല്ലേ ജനം കാണുന്നത്. അപ്പോൾ അവരിങ്ങനെ ഈ ഒരു മുതലെടുപ്പിന് ഇറങ്ങിയാലോ, പെരകത്തുമ്പോൾ വാഴ വെട്ടാൻ ഇറങ്ങിയാൽ എങ്ങനെ ഇരിക്കും? ഇവിടെ ഒരു സംസ്ഥാനം മുഴുവൻ ആകെ അങ്കലാപ്പിലാണ്, പ്രശ്നത്തിലാണ്, സങ്കടത്തിലാണ്, ടെൻഷനിലാണ്. എന്തൊക്കെ വാക്ക് പറഞ്ഞാലും അതിന് തികയില്ല. അങ്ങനെ ഒരു അവസ്ഥ നിൽക്കുമ്പോൾ സകലമാന കോളേജുകളിലും സ്കൂളിലും എല്ലായിടത്തും ഈ ഡ്രഗ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ മാഫിയയെ എങ്ങനെ ഒതുക്കണം, കുട്ടികളെ എങ്ങനെ രക്ഷിക്കണം എന്നോർത്ത് സർക്കാരും പ്രതിപക്ഷവും എല്ലാ ജനങ്ങളും ഒരുപോലെ ആഗ്രഹിക്കുന്നു, ശ്രമിക്കുന്നു. അതിനിടയ്ക്ക് ആ ഒരു കാര്യം പൊക്കിക്കാണിച്ച് കാശുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ശ്രീ ഇല്ല കണ്ഠൻ നായർ. എനിക്ക് ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കാത്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇയാളുടെ ട്രാപ്പിൽ എങ്ങനെ വീണുപോയെന്നുള്ളതാണ്. ആ മുഖ്യമന്ത്രിയായിട്ടുള്ള ഇന്റർവ്യൂല് ഈ സബ്ജക്ട് കൂടുതലായിട്ട് സംസാരിച്ചിട്ട് മുഖ്യമന്ത്രിയിൽ നിന്ന് കുറെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയിൽ നിന്ന് രാവിലെ അനുഗ്രഹം മേടിച്ചു. ഇതൊരു വല്ലാത്തൊരു ടാക്ടിക്സ് തന്നെ അല്ലേ? കുരുട്ടുബുദ്ധി എന്ന് പറയുന്നതിന്. നമുക്കൊരു കാര്യം ചെയ്യാം. കേരളത്തിന്റെ ഭരണം ഈ 28-ാം തീയതി വരെ
അയാളുടെ യാത്ര നടക്കുന്ന സമയമുണ്ടല്ലോ, അയാളെ അങ്ങ് ഏൽപ്പിച്ചേക്കാം. എന്നിട്ട് നിങ്ങൾ കേരളം ഭരിക്കുക, എന്നിട്ട് ഈ ലഹരി വിമുക്തമാക്കുക കേരളത്തെ മൊത്തം ഒറ്റയടിക്ക്. ഇയാളില്ലെങ്കിൽ കേരളം നടക്കത്തില്ലേ? ആ ബോച്ചയുണ്ടല്ലോ, ബോബി ചെമ്മണ്ണൂര്, അയാൾ ചെയ്യുന്നു ഇതുപോലത്തെ ഉടായ്പ പരിപാടിയൊക്കെയാണ്. എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ഫണ്ട് പിരിക്കല്, അല്ലെങ്കിൽ സാംസ്കാരിക കേരളത്തെ ഉയർത്താന്, സ്പോർട്സിനെ ഉയർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് ബോച്ചെ ഓരോ പരിപാടിയൊക്കെ ആയിട്ട് വരും. എന്നിട്ട് ഫണ്ട് പിരിക്കും, അതിനകത്ത് കുറെ കാശ് അയാൾ അടിച്ചു മാറ്റും. എന്ന് പറഞ്ഞ പോലെ തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്. ഈ ശ്രീകണ്ഠൻ നായരും ചെയ്യുന്നത് ഇതും ഉടായ്പ തന്നെയാണ്, യാതൊരു സംശയം വേണ്ട കാര്യത്തില്. ശ്രീയില്ല കണ്ഠൻ നായർ ലക്ഷ്യമാക്കുന്ന എന്താണ്? വരുമാനം, പരസ്യം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ പ്രോഗ്രാം പിന്നെയും കാണിക്കും, നന്നായിട്ട് പരസ്യം കിട്ടും. ജൂവലറിക്കാരല്ലേ ഇഷ്ടം പോലെ കാശുണ്ടാക്കി വെച്ചിട്ടുണ്ട്, അവർക്ക് പരസ്യം കൊടുക്കണം. പിന്നെ തുണിക്കടക്കാരും പ്രോപ്പർട്ടി ഡീലേഴ്സ് ഉണ്ടല്ലോ, ഫ്ലാറ്റ് വിൽക്കുന്നവരും അവർ പുറകെ ഉണ്ട്, കാശ് കുറെ കിട്ടും, ആൾക്കാരെ കുറെ പറ്റിക്കും. ഞാൻ കൂവിയിട്ടാണ് നേരം വിളക്കുന്നുള്ള ഒരു ഓണർഷിപ്പ് ഫീലിംഗ് ആർക്ക്? ശ്രീകണ്ഠൻ നായർക്കും ടീമിനും. അടികൊള്ളാൻ ചെണ്ടയും കാശ് വാങ്ങാൻ മാരാരും. എങ്ങനെ? ഇവിടെ കേരള സർക്കാർ, പോലീസ്, നമ്മുടെ ടാക്സ് മണി, ഇതുകൊണ്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യണം, ചെയ്ത് കൂട്ടണം. എന്നിട്ട് അതിന്റെ ഓണർഷിപ്പ് ശ്രീകണ്ഠൻ നായർ എടുക്കും. ഇനി ആ കൂട്ടത്തിൽ അവർക്ക് പരസ്യത്തിൽ നിന്നുള്ള വരുമാനം കൂടെ. ഇപ്പൊ മനസ്സിലായോ ഞാൻ ഈ ശ്രീയില്ല കണ്ഠൻ നായർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ഇയാളുടെ മുഖത്തും ശ്രീയില്ല, അയാളുടെ മനസ്സിലും ശ്രീയില്ല. എങ്ങനെയും കാശുണ്ടാക്കുന്ന ഒരൊറ്റ വിചാരം മാത്രം. ഇന്നത്തെ ഈ ഉദ്ഘാടനത്തിൽ തന്നെ ആ ഓഡിറ്റോറിയത്തിൽ, ടാഗോർ ഓഡിറ്റോറിയം മറ്റേ പേരെന്ത് എനിക്ക് തോന്നുന്നു, അവിടെ എന്തായാലും ചെയ്തത്, അവിടെ കുറെ ബാക്ക്ഗ്രൗണ്ടില് വലിയ സ്ക്രീനില് കേരളത്തിൽ കഴിഞ്ഞ 2-3 മാസമായിട്ട് നടന്ന ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട അക്രമങ്ങളെ കുറിച്ചൊക്കെയുള്ള ഇവർ നേരത്തെ എടുത്ത വീഡിയോകളൊക്കെ അങ്ങ് ബിഗ് സ്ക്രീനിൽ അങ്ങ് കാണിച്ചു. വല്ലാത്തൊരു ഓൾ അങ്ങ് ഉണ്ടാക്കി. അതിന്റെ ഫ്രണ്ട് നിന്നുകൊണ്ട് ഇവരുടെ ആങ്കേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ഇന്ന് എന്തൊക്കെയോ മൈക്കും പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയുന്നു. സിനിമയുടെ ട്രെയിലറോ അതോ റിയാലിറ്റി ഷോയോ, സ്റ്റേജ് ഷോ അല്ലെ? സ്റ്റേജ് ഷോ ആരുടെ പേരില്? നമ്മുടെ കുട്ടികളുടെ പേരും പറഞ്ഞു അവരുടെ മുഖം സ്ക്രീനിൽ കാണിച്ചു. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് എന്റെ ചെറുപ്പകാലത്ത് എന്റെ വീടിരിക്കുന്ന അതേ ആ പഞ്ചായത്തിൽ തന്നെ, ആ പോസ്റ്റ് ഓഫീസ് സർക്കിളിൽ തന്നെ ഏകദേശം 15ഓളം പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നു. പ്രസിദ്ധീകരണങ്ങൾ എന്ന് പറയായിരുന്നു. ആ സമയത്ത് അവിടുത്തെ ചില പ്രായമുള്ളവര് ഞങ്ങളുടെ ആ വീടിനടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ, അതിന് പൈങ്കിളി കവല എന്ന് പേര് കൂടി ചെയ്തു. ഈ പ്രസിദ്ധീകരണം അല്ലെ പൈങ്കിളി പ്രസിദ്ധീകരണം. ഇതിനകത്ത് നോവൽ എഴുതുന്നവരും കഥ എഴുതുന്നവരും എല്ലാവരും എല്ലാത്തിലും എഴുതുന്നുണ്ട്. മംഗളം, മനോരാജ്യം, മാമാങ്കം, മനോരമ, പിന്നെ ഇതൊക്കെ കൂടാതെ ജനനി, സുകന്യ, കന്യക, അങ്ങനെ വേറെ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട കുറെ പേരുകളും. ഇതിന്റെയൊക്കെ മുഖചിത്രമായിട്ട് ഫ്രണ്ടില് ഏതെങ്കിലും ഒരു സിനിമാ നടിയുടെ ഫോട്ടോ വെക്കും. പിന്നെ ആ കൂട്ടത്തിൽ അതിനു മുമ്പുള്ള ആഴ്ചയിൽ നടന്ന ഏതെങ്കിലുമൊക്കെ ഒരു ക്രൈം ന്യൂസ്, ആരെങ്കിലുമൊക്കെ കുത്തിക്കൊന്നു അല്ലെങ്കിൽ കൂട്ട ആത്മഹത്യ നടത്തി, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്യാപ്ഷനൊക്കെ കൊടുത്തേക്കും. ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ അറിയാതെ തന്നെ അട്രാക്റ്റഡ് ആവും, ആ വാരിക വാങ്ങിക്കും. അതിൽ സത്യം ഉണ്ടോ ഇല്ലെന്ന് അവർ നോക്കാറില്ല. മീഡിയ സ്വാതന്ത്ര്യം. എന്നിട്ട് ലക്ഷക്കണക്കിന് കോപ്പികളാണ് ഈ വാരികകളൊക്കെ വിറ്റുകൊണ്ടിരുന്നത്. ഏതായാലും വായനാശീലം മലയാളിക്ക് കുറഞ്ഞപ്പോഴത്തേക്കും ഈ വാരികകളുടെയൊക്കെ ബിസിനസ് ഒത്തിരി കുറഞ്ഞു. 1-2 വാരികകളൊക്കെ ഒപ്പം ഉള്ളൂ. ഇതിന്റെ ഫോർമുല എന്താണ്? 4 പ്രേമ നോവലുകൾ, ഒരു ഡിറ്റക്റ്റീവ് നോവല്, ഒരു അശ്ലീല നോവല്, ഡോക്ടറോട് ചോദിക്കാം, പാരഫലം, പിന്നെ ചിലപ്പോൾ ഒരു കഥയും കൂടെ കാണും, പിന്നെ കുറെ പരസ്യങ്ങൾ. പരസ്യം കാണാൻ തന്നെ പലരും പിള്ളേര് ഈ വാരികകൾ വാങ്ങിക്കുമായിരുന്നു. എന്ത് പരസ്യമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇതുപോലെയല്ലേ ഇപ്പോഴത്തെ TV ചാനലുകൾ, എസ്പെഷ്യലി ന്യൂസ് ചാനലുകൾ രാവിലെ തൊട്ട് അങ്ങ് തുടങ്ങുകയാണ്. ഹൈലൈറ്റ്സ് ഓഫ് ദി ഡേ, ഫ്ലാഷ് ന്യൂസ് കുറെ കാണിക്കും. അത് വലിയ പ്രശ്നമില്ലാത്ത ന്യൂസുകളാണ്. പിന്നെ അങ്ങ് തുടങ്ങുമല്ലേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇട്ട് തല്ലിക്കൊണ്ടേയിരിക്കും. അടുത്ത ദിവസം അവർ ചിലപ്പോൾ തിരുത്തി പറയുകയും ചെയ്യും. കാരണം വാസ്തവം ആദ്യ ദിവസം പറഞ്ഞതല്ലായിരുന്നു. പിന്നെ ഒരു ക്രൈം സ്റ്റോറി കിട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ച അതിട്ട് തല്ലിക്കൊണ്ടിരിക്കും. അവിടെയും ക്രൈം നടത്തിയ ആള്, ക്രൈമിന് ഇരയായവര്, ഇവരെ കുറിച്ചുള്ള അവരുടെ വീട്ടിൽ കയറുന്ന അതിന്റെ വീഡിയോ എടുക്കുക, അവർ കരയുന്ന ഫോട്ടോ, പടം, വീഡിയോ എല്ലാം എടുത്തിട്ടോണ്ടിരിക്കുക. അങ്ങനെ ആ ദിവസം മുഴുവൻ രാഷ്ട്രീയം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്ത് ഇത് ഇട്ട് തല്ലിക്കൊണ്ടിരിക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പിന്നെ എന്താ ഉള്ളത്? എല്ലാവർക്കും അറിയാം, അലമ്പ് ചർച്ച, കോട്ടയടി. 3-4 പാർട്ടികളിലുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തി. പിന്നെ അങ്ങ് ചർച്ചയാണ്, എങ്ങും എത്താത്ത ചർച്ച. അതിനിടയ്ക്ക് ആങ്കറും അവിടെ കിടന്ന് കുറച്ച് ആളാവും. രാത്രി 10 മണിയാകുമ്പോഴത്തേക്കും കാണാം ക്രൈം റിപ്പോർട്ട്, ക്രൈം ന്യൂസ്. അന്നത്തെ ദിവസം അല്ലെ അതിന്റെ തലേ ദിവസം കേരളത്തിൽ നടന്ന അക്രമ സംഭവങ്ങളുടെ എല്ലാം കൂടെ ചേർത്തുള്ള ഒരു പരിപാടി. അവിടെയും കുറെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇടും. ചുരുക്കി പറഞ്ഞാല് SKN40, SKന്റെ ഈ ശ്രീയില്ല കണ്ഠൻ നായരുടെ ഈ യാത്രയില് ആളുകളുമായിട്ടുള്ള ആ മൈക്കും പിടിച്ചുകൊണ്ടുള്ള സംവാദങ്ങള്, പിന്നെ കൂട്ടത്തിൽ കുറെ പരസ്യങ്ങൾ. SKN കാശുണ്ടാക്കുന്നു, നമ്മൾ മണ്ടന്മാരാകുന്നു, നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നു. SKN40 ആണെങ്കിൽ നല്ല കാര്യം, സന്തോഷമുള്ള കാര്യം. അയാൾ 40 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു. അയാൾ സ്വന്തമായിട്ട് ആഘോഷിക്കട്ടെ, അല്ല ചാനൽ ആഘോഷിക്കട്ടെ, അവരുടെ ചാനലിനകത്ത് എന്തെങ്കിലും കാണിക്കട്ടെ. പക്ഷെ ഈ സാമൂഹ്യ വിഷയത്തെ എടുത്ത് അതിന്റെ ഓണർഷിപ്പ് എടുക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ആരാ തന്നത്? നിങ്ങൾ മഹാപാപമാണ് ചെയ്യുന്നത്. ഇത് ബോധവൽക്കരണമല്ല ഇവിടെ നടക്കുന്നത്. ഇത് മയക്കുമരുന്നിനെ കുറിച്ചുള്ള ഒരു പ്രചാരണമാണ് നടത്തുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ടോ അല്ലെങ്കിൽ 1 മാസമായിട്ടോ നിങ്ങൾ എന്താ ചെയ്യുന്നത്? MDMA, ചരസ്, ഹാഷിഷ്, ഇങ്ങനെയുള്ള പേരുകളെല്ലാം എല്ലാവർക്കും സുപരിചിതമാക്കി കൊടുത്തു. പിന്നെ അതിന്റെ വില, അത് 1 ഗ്രാമോ 5 ഗ്രാമോ 1 കിലോ ഒക്കെ എത്ര കയ്യിൽ വെച്ച ശിക്ഷ കിട്ടും, എത്ര പെനാൽറ്റി അടച്ചിട്ട് ഇറങ്ങിപ്പോരാ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങളെ ബോധവൽക്കരിക്കും. ഇനിയിപ്പം ആ സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് എല്ലാ താലൂക്കുകളിലും ടൗണുകളിലും എല്ലാം പോയിട്ടും ഈ വില വിവര പട്ടിക കൊടുക്കാൻ പോവല്ലേ നിങ്ങൾ? അല്ലാതെ ഇത് വിമുക്തമാക്കാനുള്ള ഒരു ശ്രമമൊന്നും അല്ലല്ലോ. ചാനലുകളെല്ലാം കൂടി ചേർന്ന് കേരളത്തെ നശിപ്പിച്ച് നാരായണക്കല്ല് പിടിപ്പിച്ച് വെച്ചിരിക്കുക. ഈ കൂട്ടത്തിൽ ഇപ്പോ SKന്റെ വക 6 റോഡുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഇന്നത്തെ ഈ പരിപാടി, ഈ ഉദ്ഘാടന പരിപാടി, ഇതിൽ കലക്ടർ ഉണ്ടായിരുന്നു, ജില്ലാ കലക്ടർ. ഈ ഉദ്ഘാടന ചടങ്ങില് അതിന്റെ അവസാന ഭാഗമായപ്പോഴേക്കും ഇത് ആ മെഴുകുതിരി കത്തിക്കുന്നു. വിളക്കിൽ നിന്ന് മെഴുകുതിരി കത്തിച്ചിട്ട് മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നു. അവർ കുറെ പേരിലേക്ക് കൊടുക്കുന്നു. ഏകദേശം 1 മിനിറ്റിനകം ആ ഹാളിലെ 90% ആൾക്കാരും മെഴുകുതിരി കത്തിച്ച് പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. കലക്ടർ സാറേ, ഇത് എന്തോ കാണിക്കുന്നത്? ഒരു ഇൻഡോർ ഫംഗ്ഷൻ, ഒരു ഓഡിറ്റോറിയം, എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു ഏരിയ, അതിനകത്ത് വെച്ച്
തീ കത്തിക്കുന്നു, നൂറുകണക്കിന് ആൾക്കാർ മെഴുകുതിരി കത്തിച്ചു പിടിക്കുന്നു. ആരെങ്കിലും കയ്യിൽ നിന്ന് ഒന്ന് തെന്നി മാറി വീണ് കഴിഞ്ഞാൽ അവിടെ ഒരു ഫയർ ആക്സിഡന്റ് ഉണ്ടാവില്ലായിരുന്നോ? എന്നെക്കാട്ടിലും കൂടുതലായിട്ട് കളക്ടറായിട്ടിരിക്കുന്ന താങ്കൾക്കറിയില്ലായിരുന്നു ഇത് ഒരു ഓഡിറ്റോറിയത്തിനകത്ത് ഇങ്ങനെ തീ കത്തിക്കാൻ പാടില്ല എന്നുള്ളത്? ഒരു വിളക്ക് കത്തിക്കുന്ന പോലെയാണോ അവിടെ ഓഡിറ്റോറിയം ഇരിക്കുന്ന സകല ആൾക്കാരുടെ കയ്യിലും മെഴുകുതിരി കത്തിച്ചു കൊടുത്തുവിടുക എന്ന് പറയുന്നത്? നിങ്ങൾ ഇതുപോലത്തെ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചത് മോശമായി പോയി കേട്ടോ. ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഈ മെഴുകുതിരി കത്തിച്ച് ആക്സിഡന്റ് പറഞ്ഞിട്ടല്ല വരുന്നത്. ആ വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? ഒരു കളക്ടറുടെ മുമ്പിൽ ഒരു അപകടം ഉണ്ടാകാനുള്ള വലിയൊരു പ്രവൃത്തി ഈ SKN ശ്രീ ഇല്ലാ കണ്ഠൻ നായർ ചെയ്തിരിക്കുന്നു. ഇതിന് കേരളം നിങ്ങളോട് ആരോട് ഒരിക്കലും ക്ഷമിക്കില്ല.